അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. എന്തോ എങ്ങനെ നിങ്ങൾ ആരാ? ഞാൻ ആരോ ഏട്ടാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ക്ഷമിക്കണം, അങ്ങേക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? മിണ്ടിപ്പോകരുത്, കടന്നു പോകും. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനല്? അങ്ങനെ ഇന്ന ചാനലിലൊന്നും ഏതാ? സൗകര്യമല്ല പറയാൻ. അമ്മയ്ക്ക് പറ്റൂല. സമാധി. തൃപ്തിയായില്ലേ? ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. മിണ്ടാൻ പാടില്ല. അത് പുതിയൊരു അറിവാ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. അവൻ തള്ളാൻ പറഞ്ഞ് ഞാൻ തള്ളി. എന്റെ വഴി എന്റെ അവകാശമാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. മനസ്സിലായി. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. Any doubts? sir. Yes. ഒരു സംശയം. Yes, tell me. Ask me. സംശയം എന്നും നല്ലതാണ്. അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ. ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.